എക്സോസ്റ്റ് ഫാനാണ്. അതിന് വേണ്ടി നമ്മളൊരു കൂളിംഗ് ഫാൻ എടുത്തിട്ടുണ്ട്. കറങ്ങണം, അത് കറക്കി കളിച്ചാലും ജസ്റ്റ് ഉണ്ടല്ലോ. അതെ, കൂളിംഗ് ഫാൻ. പിന്നെ നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസിനനുസരിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തിട്ട് ഒരു 4 ഓട്ട സ്ക്രൂ ഓട്ട ഇട്ടിട്ടുണ്ട്. ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാനാണ്. അതിനോട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഇത് രണ്ടും ഈ 4 സ്ക്രൂസും ഊരുക. ഇത് ഓരോന്നും നമ്മൾ ഊരിയെടുക്കണം കേട്ടോ. കണ്ടോ, ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ഇങ്ങനെ വേണ്ടിയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 4 നട്ടും ബോൾട്ടും എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഈ ഓട്ട ഒരു മിനിറ്റ്, ഈ ഓട്ടയെ കൂടി എടുത്തിട്ടും ഈ ഓട്ടയെ കൂടി എടുക്കണം. എന്നിട്ട് ഈ ബോൾട്ട് എടുത്ത് ടൈറ്റ് ചെയ്യുക. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. അതും അതേപോലെ തന്നെ ചെയ്ത് പരക്കെ എടുക്കാം. അതേപോലെ തന്നെ ചെയ്യും. പിന്നെ അവസാനമായിട്ട് പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് എല്ലാ നട്ടും ബോൾട്ടും ഒന്നും കൂടി നല്ലോണം ടൈറ്റ് ചെയ്യുക. എല്ലാം ചെയ്തെടുക്കാം. ഇത് അവസാനത്തെ ഇതാണ്, നട്ടും ബോൾട്ടുമാണ്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷീൽഡ് എടുത്ത് അതേപോലെ തന്നെ ചെയ്യുക. അത് തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അത് സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്യുക. പഴയ സ്ക്രൂകൾ പോലെ ടൈറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യുക. ഏകദേശം നമ്മുടെ എക്സോസ്റ്റ് ഫാനിൻ്റെ പണി ചെയ്ത് കഴിയാറായി. അവസാനത്ത് ഒരു ചെറിയ പണിയെന്ന് വെച്ചാൽ ഈ വയറ് ഇപ്പുറത്തൂടി എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് ഫാനിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ ബാറ്ററി ചെയ്തിട്ട് ഇത് കറക്ക് കാണിച്ചു തരാം. അവസാനമായിട്ട് നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞു. നല്ല കാറ്റ് വരുന്നുണ്ട്. നല്ല കാറ്റ് വരുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞു നമ്മുടെ വീഡിയോ. ടാറ്റാ.